മക്കൾസ്, ബാബു സാറാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ, നമുക്ക് ഈ വർഷത്തെ ഫൈനൽ എക്സാമിന് എത്തിക്കഴിഞ്ഞു. നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങളിൽ ഏറ്റവും അവസാനത്തെ പാഠമാണ് ഖൂബ്സൂരത്ത് അനുഭൂതി ഹെ എവറസ്റ്റ് എന്നത്. ഇത് ഖൂബ്സൂരത്ത് എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ, അനുഭൂതി ഹെ എന്ന് പറഞ്ഞാൽ അനുഭൂതിയാണ് എവറസ്റ്റ്, നമ്മൾ എവറസ്റ്റ് കൊടുമുടിയെക്കുറിച്ച്. ഇത് മുകളിൽ കാണാൻ നിങ്ങൾക്ക് എഴുതി വെച്ചത് സാക്ഷാത്കാർ. സാക്ഷാത്കാർ എന്ന് പറഞ്ഞാൽ അഭിമുഖത്തിനെയാണ് നമ്മൾ സാക്ഷാത്കാർ എന്ന് പറയുന്നത്. ആരുമായുള്ള അഭിമുഖം? സന്തോഷ് യാദവ് സെ. ആരാണ് ഈ സ്ക്രീനിൽ കാണുന്ന ആളാണ് സന്തോഷ് യാദവ്. സന്തോഷ് യാദവ് സെ മനീഷ് കുമാർ സിൻഹ കി ബാത്ചീത്ത്. സന്തോഷ് കുമാർ യാദവുമായിട്ട്, ഇവരാണ് സന്തോഷ് കുമാറുമായിട്ട് മനീഷ് സിൻഹ നടത്തിയ ഒരു അഭിമുഖ സംഭാഷണം. അതന്നെയാണ് നമ്മൾ സാക്ഷാത്കാർ എന്ന് പറയുന്നത്. അതാണ് ഖൂബ്സൂരത്ത് അനുഭൂതി ഹെ എവറസ്റ്റ്. അതിമനോഹരമായ ഒരു തരം ഫീലിംഗ് ആണ് എവറസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് വരാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് മക്കളെ റപ്പട്ട്. റപ്പട്ട് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടാണ്, പത്രത്തിൽ വരുന്ന റിപ്പോർട്ട്. ഓക്കെ, ന്യൂസ് റിപ്പോർട്ടാണ്. അപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പറിൽ വരുന്ന റിപ്പോർട്ടാണ് നമ്മൾ റപ്പട്ട് എന്ന് പറയുന്നത് വരുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് ഏറ്റവും പ്രധാനമായി ചോദിക്കുന്ന ഒരു ചോദ്യം ഇങ്ങനെയാണ്. നിങ്ങൾ നോക്കൂ, ചോദ്യം ഇങ്ങനെയാണ്. സന്തോഷ് യാദവ്, നമ്മുടെ ഈ സന്തോഷ് യാദവ് ദോ ബാർ മൗണ്ട് എവറസ്റ്റ് കി ചോട്ടി पर, 2 തവണ എവറസ്റ്റ് കൊടുമുടിയുടെ ചോട്ടി पर മുകളിൽ പൗഞ്ചിനെ വാലി എത്തിച്ചേർന്നിട്ടുള്ള ഭാരത് കി പഹ്ലി മഹിള ഹെ, ഇന്ത്യയിലെ ആദ്യത്തെ വനിതയാണ്. ദൂസരി ബാർ, എന്നാണോ ആദ്യമായി അവർ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത് അതേ ഡേറ്റിൽ തന്നെ രണ്ടാമതും എന്ത് ചെയ്തു? ഉൻകെ എവറസ്റ്റ് ജീത്തിനേക്ക് സംബന്ധമേ, രണ്ടാമതും അതേ ഡേറ്റിൽ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയതിനെ സംബന്ധിച്ച് റപ്പട് തയ്യാറാക്കുകയും ഒരു റപ്പട് തയ്യാറാക്കാൻ വേണ്ടി പത്രത്തിൽ വന്ന ഒരു വാർത്ത തയ്യാറാക്കാൻ നമ്മളോട് പറയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ പത്രവാർത്ത തയ്യാറാക്കും. ഇങ്ങനെയാണ്, നല്ലൊരു ഹെഡിങ് അതിനുണ്ടായിരിക്കണം. ദുനിയാക്കി ലോകത്തിൻ്റെ ചോട്ടിപ്പർ, ലോകത്തിൻ്റെ കൊടുമുടി എന്ന് പറഞ്ഞാൽ എവറസ്റ്റ് കൊടുമുടി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമാണ്. ദുബാരാബി സന്തോഷ് യാദവ്, ലോകത്തിൻ്റെ ഏറ്റവും നെറുകയിൽ രണ്ടാമതും സന്തോഷ് യാദവ് എന്നാണ്. ഓക്കെ, അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമാണ് എവറസ്റ്റ് കൊടുമുടിയുടെ ഏറ്റവും മുകളിൽ ഭാഗം. അതാണ് ലോകത്തിൻ്റെ കൊടുമുടിയിൽ 2ാം തവണയും സന്തോഷ് യാദവ് എന്നാണ് എഴുതി. എന്നിട്ട് നമ്മൾ നോക്കും മക്കളെ, ദില്ലി ആദ്യം റിപ്പോർട്ട് ചെയ്തുമ്പോൾ നമ്മൾ വാർത്ത പ്രധാനമായിട്ട് എഴുതുമ്പോൾ ഒരു സ്ഥലത്തിൻ്റെ പേരുണ്ടാവണം. ഓക്കെ, യെസ്, നോക്കൂ. 24 साल की उम्र में, അതായത് 24 നമ്മൾ ഹിന്ദിയിൽ പറയാം 24 साल की उम्र में സന്തോഷ് യാദവിനെ, 24ാമത്തെ വയസ്സിൽ സന്തോഷ് യാദവ് എന്ന് പറയുന്ന ഈ മഹിള ഇൻഡോ ടിബറ്റൻ അതിർത്തിയായ പോലീസ് ദാരോഗ കെ പദസെ, പോലീസ് ഓഫീസറുടെ പദവിയിൽ നിന്ന് ഇസ്തീഫ കർക്കെ, അവർ ജോലി രാജിവെച്ചിട്ട് മൗണ്ട് എവറസ്റ്റ് ചടനേക്കാൾ നിശ്ചയിക്കുക, പിന്നീട് മൗണ്ട് എവറസ്റ്റ് കൊടുമുടി കീഴടക്കാനുള്ള പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ സന്തോഷ് യാദവ് സന്തോഷ് യാദവിൻ്റെ സ്വപ്നം എന്തായി? 12 മെയ്, 12 എന്ന് പറയാം 12 മെയ് അല്ലേ, 1992 എന്നുള്ളത് നമ്മൾ പറയാ. 90 എന്ന് പറഞ്ഞാൽ 90, പിന്നെ 91 92 അല്ലേ. അപ്പം നമ്മളെന്താ പറയുക, 12 മെയ് 19 പറഞ്ഞതിന് ശേഷം നമ്മൾ സൗ എന്ന് പറയണം. മറ്റ് 19 കഴിഞ്ഞിട്ടൊരു സൗ എന്നർത്ഥം കഴിയുമ്പോൾ 1900 1919 സൗ 92 എന്ന് പറഞ്ഞാൽ 92 പഹലി ബാർ സാകാർ ഹുവ, സന്തോഷ് യാദവിൻ്റെ എവറസ്റ്റ് കൊടുമുടി കീഴടക്കണമെന്നുള്ള സ്വപ്നം 1992 മെയ് മാസം 12-ാം തീയതി ആദ്യമായി സഫലമായി. 1 സാൽ കെ ബാദ്, കറക്റ്റ് ഒരു വർഷത്തിന് ശേഷം ഉനോനെ അവർ ദുബാര, രണ്ടാമതും കോശിഷ് കി, പരിശ്രമിച്ചു. ഓക്കെ, 12 മെയ്, കറക്റ്റ് ഒരു വർഷം കഴിയുമ്പോൾ 12 മെയ്യിൽ ആദ്യം കയറി, പിന്നെ മെയ് മാസം അതേ 12-ാം തീയതി തന്നെ പിറ്റേത്തെ വർഷം 1993 അതിന് നമ്മൾ പറയുക 93 എന്നാ. 91 92 93 94 95 96 97 98 99 സൗ, അങ്ങനെയാണ് പോവുക. അപ്പോൾ 1993 1993. അപ്പോൾ നിങ്ങൾ ആദ്യം കയറി നോക്ക് 1992 മെയ് 12, പിന്നീട് കയറുന്നതോ 1993 മെയ് 12. കറക്റ്റ് ഒരു വർഷം കഴിയുമ്പോൾ പഹലി ചടായിക്ക് ടീക്ക്, ആദ്യം കയറിയതിൻ്റെ കറക്റ്റ് 1 സാൽ ബാദ്, ഒരു വർഷത്തിന് ശേഷം സന്തോഷ് യാദവ് 2 ബാർ മൗണ്ട് എവറസ്റ്റ് 2ാം തവണ മൗണ്ട് എവറസ്റ്റിനെ ജീത്തനെ വാലി, അങ്ങനെ കയറിയിട്ടുള്ള ദുനിയാക്കി ലോകത്തിലെ പ്രഥം മഹിളാദി, അങ്ങനെ 2ാം തവണ കയറിയിട്ടുള്ള ലോകത്തിലെ ആദ്യത്തെ വനിത കൂടിയാണ് സന്തോഷ് യാദവ്. ഇതാണ് മക്കളെ ഈ റപ്പട്ട്. ഇത് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പം നമുക്ക് ഈ പാഠവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ലൈവുകളിലും മെഗാ മാരത്തോണിലൊക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇക്കാര്യം മാത്രം നിങ്ങൾ നിന്ന് പഠിച്ചു വെക്കുക. താങ്ക് യു, ബൈ.